അന്തിഗ്രാമത്തിൽ നളിനി എന്ന ബഹുമാന്യനായ സെൻ മാസ്റ്റർ തൻ്റെ വിദ്യാർത്ഥിയായ അർജുനുമായി ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സൂര്യൻ ഗ്രാമത്തിനു മേൽ മൃദുവായ പ്രകാശം പരത്തുമ്പോൾ നിശബ്ദതയുടെ ആലിംഗനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അഗാധമായ ശക്തിയെ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് നളിനി മാസ്റ്റർ കാലാതീതമായ ജ്ഞാനത്തിൻ്റെ ഒരു കഥ പങ്കിടാൻ തുടങ്ങി. അർജുൻ മാസ്റ്റർ നളിനി പറഞ്ഞു, നിശബ്ദതയെ അതിൻ്റെ ഏറ്റവും ആഴമേറിയ സത്യങ്ങൾ വരച്ചിടുന്ന ഒരു ക്യാൻവാസായി സങ്കല്പിക്കുക. ജ്ഞാനത്തിൻ്റെ മന്ദഹാസങ്ങൾ കടന്ന ശക്തിയിൽ പ്രതിധ്വനിക്കുന്ന നിശബ്ദതയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയുടെ കഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. നിശബ്ദതയുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ ഉത്സുകനായ അർജുൻ പുരാതന ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. ഉടൻ വെളിപ്പെടാൻ പോകുന്ന പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. ശാന്തിയുടെ ഹൃദയത്തിൽ അനയ എന്നൊരു യുവതി ജീവിച്ചിരുന്നു. മാസ്റ്റർ നളിനി പറഞ്ഞു, അനയ ഒരു അന്വേഷകയായിരുന്നു. നിശബ്ദത വാഗ്ദാനം ചെയ്ത ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ ആകർഷിക്കപ്പെട്ടു. നിശ്ചലമായ ഒരു കുളം പോലെ അവളുടെ ഹൃദയം നിശബ്ദതയ്ക്ക് മാത്രം നൽകുന്ന വ്യക്തത കുതിച്ചു. വാക്കുകൾക്കിടയിലുള്ള ഇടങ്ങളിൽ അവൾ തേടുന്ന ശക്തി കുടികൊള്ളുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. മൗനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകളാൽ വശീകരിക്കപ്പെട്ട അനയയുടെ അന്വേഷണം അർജുൻ വിഭാവനം ചെയ്തു. ഒന്ന്, തിരക്കുള്ള മനസ്സിൻ്റെ മുഴക്കം. അനയയുടെ മനസ്സിനുള്ളിലെ നിരന്തരമായ മുഴക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവളുടെ യാത്ര ആരംഭിച്ചത്. മാസ്റ്റർ തുടർന്നു, ചിന്തകൾ അടങ്ങാത്ത തേനീച്ചകളെപ്പോലെ അവളുടെ ബോധത്തിന് ചുറ്റും കറങ്ങി. പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ മന്ത്രവാദങ്ങളെ മുക്കിക്കൊല്ലുന്ന ഒരു കാക്കോഫോണി സൃഷ്ടിച്ചു. ആഴത്തിലുള്ള സത്യങ്ങൾ കേൾക്കാൻ മനസ്സിനെ ശാന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത അനയ തിരിച്ചറിഞ്ഞു. നിശ്ചലതയുടെ പ്രാധാന്യം മനസ്സിലാക്കി തിരക്കുള്ള മനസ്സിനെ ശാന്തമാക്കാനുള്ള വെല്ലുവിളികളിൽ അർജുൻ സഹാനുഭൂതി പ്രകടിപ്പിച്ചു. 2, പ്രകൃതിയുടെ നിശബ്ദതയിലേക്ക് പിൻവാങ്ങുക. അവളുടെ അന്വേഷണത്തിൽ പ്രകൃതിയുടെ നിശബ്ദതയുടെ ആലിംഗനത്തിൽ അനയ അഭയം തേടി. മാസ്റ്റർ നളിനി വിവരിച്ചു, ഇലകളുടെ മുഴക്കവും പക്ഷികളുടെ പാട്ടും അവളുടെ വഴികാട്ടികളായ കാടിൻ്റെ ഹൃദയത്തിലേക്ക് അവൾ കടന്നുപോയി. പ്രകൃതി നിശബ്ദതയുടെ ഭാഷയിൽ സംസാരിച്ചു. കേൾക്കാൻ തയ്യാറായവർക്ക് അഗാധമായ സത്യങ്ങൾ വെളിപ്പെടുത്തി. പ്രകൃതിയുടെ നിശബ്ദതയുടെ ശാന്തത അർജുൻ അനുഭവിച്ചു. അതിൻ്റെ നിശബ്ദമായ ആലിംഗനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചു. 3, മനസ്സ് നിറഞ്ഞ ശ്വസനത്തിൻ്റെ കല. പ്രകൃതിയുടെ കുശുകുശുപ്പുകളാൽ നയിക്കപ്പെട്ട അനയ മനസ്സോടെയുള്ള ശ്വസന കലയെ സ്വീകരിച്ചു. മാസ്റ്റർ തുടർന്നു, ഓരോ ശ്വാസത്തിൻ്റെയും താളത്തിൽ അവൾ വർത്തമാന നിമിഷത്തിലേക്കുള്ള ഒരു കവാടം കണ്ടെത്തി. മനഃപൂർവമായ ശ്വാസോച്ഛ്വാസം അവളെ ഇപ്പോൾ നങ്കൂരമിട്ടു. അഗാധമായ ഉൾക്കാഴ്ചകൾ അനാവരണം ചെയ്യാൻ നിശബ്ദതയ്ക്ക് ശക്തിയുള്ള ഒരു സങ്കേതം സൃഷ്ടിച്ചു. ഓരോ മനഃപൂർവമായ ശ്വസനത്തിൻ്റെയും ശാന്തമായ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് ആഖ്യാനത്തിനൊപ്പം ബോധപൂർവമായ ശ്വസനം അർജുൻ പരിശീലിച്ചു. 4, ധ്യാനത്തിൻ്റെ നിശ്ചലത. ധ്യാനത്തിലൂടെ അനയ ശാന്തതയിലേക്ക് ആഴ്ന്നിറങ്ങി. മാസ്റ്റർ നളിനി പങ്കുവച്ചു, അവളുടെ അഭ്യാസത്തിൻ്റെ ശാന്തതയിൽ മനസ്സിൻ്റെ കലപില സംസാരം ക്രമേണ കുറഞ്ഞു. നിശബ്ദത ശബ്ദത്തിൻ്റെ അഭാവമല്ല, മറിച്ച് അസ്തിത്വത്തിൻ്റെ സത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധ ഇടമാണെന്ന് അവൾ കണ്ടെത്തി. ജീവിതത്തിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ് ധ്യാനം നൽകുന്ന പരിവർത്തനാത്മകത നിശ്ചലതയെക്കുറിച്ച് അർജുൻ ചിന്തിച്ചു. 5, സംസാരത്തിൽ നിശബ്ദത. അനയ നിശബ്ദതയുടെ ശക്തി സ്വീകരിച്ചപ്പോൾ വാക്കുകൾ പോലും അഗാധമായ നിശബ്ദതയുടെ പാത്രങ്ങളാകുമെന്ന് അവൾ മനസ്സിലാക്കി. മാസ്റ്റർ തുടർന്നു, അവളുടെ സംസാരം മനഃപൂർവ്വമായി മാറി. ഓരോ വാക്കും അതിൻ്റെ അക്ഷരങ്ങൾക്കിടയിൽ നിശബ്ദതയുടെ ഭാരം വഹിക്കുന്നു. ഈ മനഃപൂർവമായ ആശയവിനിമയത്തിൽ പറയാത്തവരുടെ വാചാലത അനയ കണ്ടെത്തി. സംസാരിക്കുന്ന വാക്കുകളിൽ പോലും നിശബ്ദതയുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അർജുൻ മനഃപൂർവമായ ആശയവിനിമയത്തിൻ്റെ കലയെക്കുറിച്ച് ചിന്തിച്ചു. 6, ആന്തരിക ഹാർമണിയുടെ നൃത്തം. കാലക്രമേണ
നിശബ്ദതയിലേക്കുള്ള അനയ്യയുടെ യാത്ര ആന്തരിക ഐക്യത്തിൻ്റെ നൃത്തമായി മാറി. മാസ്റ്റർ നളിനി പറഞ്ഞു. അകത്തെ നിശബ്ദതയെ അവൾ എത്രയധികം ആശ്ലേഷിക്കുന്നുവോ അത്രയധികം എല്ലാ വസ്തുക്കളുടെയും പരസ്പര ബന്ധം അവൾ കണ്ടെത്തി. മൗനം അസ്തിത്വത്തിൻ്റെ ചരടുകൾ നെയ്യുന്ന നൂലായിരുന്നു. അവളെ സാർവത്രിക സിംഫണിയിലേക്ക് ബന്ധിപ്പിക്കുന്നു. നിശബ്ദതയുടെ ആശ്ലേഷം വളർത്തിയെടുത്ത പരസ്പര ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അർജുന് ആന്തരിക ഐക്യം അനുഭവപ്പെട്ടു. 7 സാർവത്രിക സത്യങ്ങളുടെ വിസ്പേഴ്സ്. അവളുടെ അഗാധമായ നിശ്ചലതയിൽ സാർവത്രിക സത്യങ്ങളുടെ മന്ത്രിപ്പുകൾ അനയ കേട്ടു. മാസ്റ്റർ പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ കാലാതീതമായ ജ്ഞാനം വിരിയുന്ന പുണ്യഭൂമിയായി നിശബ്ദത മാറി. നിശബ്ദതയുടെ ശക്തി അതിൻ്റെ അഭാവത്തിലല്ല, ഭാഷയുടെ പരിമിതികളെ മറികടക്കുന്ന ശാശ്വത സത്യങ്ങളെ വെളിപ്പെടുത്താനുള്ള കഴിവിലാണെന്ന് അനയ തിരിച്ചറിഞ്ഞു. ജ്ഞാനത്തിൻ്റെ പ്രതിധ്വനികൾ തൻ്റെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ് അർജുൻ നന്ദിയോടെ തലകുനിച്ചു. നളിനി മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ നിശബ്ദത ഭയക്കേണ്ട ശൂന്യതയല്ല, മറിച്ച് അസ്തിത്വത്തിൻ്റെ ആഴത്തിലുള്ള സത്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ഇടമാണ് എന്ന ധാരണ അദ്ദേഹം തൻ്റെ കൂടെ കൊണ്ടുപോയി. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.